എന്ത് പറ്റി ഗഫൂറെ? ഇന്ന് ജോലിക്ക് പോയില്ലേ? ഒന്നും പറയണ്ട ചങ്ങായി, നമ്മളെ നല്ലൊരു ജോലി പോയി കിട്ടി. ജോലി പോയോ? അല്ല, നീ ജയിൽ വാർഡനായിരുന്നില്ലേ? എന്താ അവിടെ വല്ല പ്രശ്നവും നടന്നു? ഒരു പ്രശ്നം നടന്നില്ലാന്ന്. ഇനിയിപ്പോ എന്തായാലും പഴയതുപോലെ നാടകം കളിച്ച് ദിവസം പോക്കാമല്ലോ. നാടകത്തിന്റെ കാര്യം ഇനി മിണ്ടി പോരുത്. ഇതെന്ത് കഥ? നാടകം എന്ന് പറഞ്ഞാൽ ജീവൻ പോലും കളയാൻ തയ്യാറായി നടക്കുന്ന ഗഫൂറാണോ ഈ പറയുന്നത്? എന്ത് പറ്റിയടോ തനിക്ക്? അതൊക്കെ പറയാ, എനിക്ക് ആദ്യം ആ കുണ്ടുങ്കൽ കുഞ്ഞനന്ദനൊന്ന് കാണണം. അതേന്ന് ഓൻ കാരനാണ് നമ്മളെ ജോലി പോയത്. ഏത്? നമ്മുടെ നാടകകൃത്ത് കുഞ്ഞനന്ദനോ? ദൈവമേ, കുഞ്ഞനന്ദൻ നിന്റെ ജോലി കളഞ്ഞോ? അതേന്ന് ഓൻ കാരനാണ് നമ്മളെ ജോലി പോയത്. നീ ഒന്ന് തെളിച്ച് പറ എന്റെ ഗഫൂറെ. ജയിൽ പുള്ളികൾക്ക് വേണ്ടി ഇന്നലെ രാത്രി ഒരു നാടകം അവതരിപ്പിച്ചിനി. ജയിലിലെ തടവുകാരൻ തന്നെയാണ് വേസിട്ടത്. കുഞ്ഞനന്ദൻ എഴുതിയ മൃതസഞ്ജീവനിയായിരുന്നു നാടകം. നാടകം കുളമായി കാണും, അതുകൊണ്ടാണല്ലോ ജോലി പോയത്. കഷ്ടം. നാടകം നല്ല ഉത്സാഹയിനി. ഞമ്മളെ കുഞ്ഞനന്ദനോട് കാല് പിടിച്ച് പറഞ്ഞാണ്, എന്റെ കുഞ്ഞനന്ദ, ഞമ്മക്ക് ഈ മൃതസഞ്ജീവന് വേണ്ടാന്ന്. മോൻ കേട്ടില്ല. അപ്പൊ എന്തായി? എന്റെ ജോലി പോയപ്പോ ഓന് സമാധാനമായല്ലോ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എടോ, നാടകം ഉഷാറായെന്നല്ലേ നീ പറഞ്ഞത്? പിന്നെന്തിനാ കുഞ്ഞനന്ദനെ കുറ്റം പറയുന്നത്? ഓനാണ് എല്ലാത്തിനും കാരണം. മറ്റേതെങ്കിലും നാടകമായിരുന്നെങ്കിലും നമ്മളെ ജോലി പോകില്ലായിരുന്നു. ജയിലായിരുന്നെങ്കിലും നല്ലൊരു ജോലിയായിരുന്നു. എന്റെ പൊന്നു ഗഫൂറെ, നീ ഒന്ന് തെളിച്ചു പറ, എങ്ങനെയാ ജോലി നഷ്ടപ്പെട്ടത്? എന്റെ പൊന്നു ചങ്ങായി, മൃതസഞ്ജീവനെ തേടിപ്പോയ ഹനുമാൻ ആ പോക്ക് പോയതാ. പിന്നെ നിമിഷം വരെ തിരിച്ചു വന്നിട്ടില്ല.